വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈറൻ ഗ്ലോബൽ എന്നൊരു സൈറ്റിനെ പറ്റിയാണ്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് കേട്ടിട്ട് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതാണ് ഹൈറൻ ഗ്ലോബലിൻ്റെ സൈറ്റ്. എങ്കിൽ നമ്മൾ അപ്ലൈ നോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് വരും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈപ്പിംഗ് ആക്യുറസി 80% മേലുള്ള ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് നമ്മൾ 638 രൂപ എക്സാം ഫീ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് എക്സാം എഴുതിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ അവർ എടുക്കും. അങ്ങനെയാണ് മൂന്നാമത്തെ ഓപ്ഷൻ അവർ പറയുന്നത്. ഇതാണ് നമുക്ക് അവർ 3 ഓപ്ഷൻസ് തരുന്നത്. അൾട്ടിമേറ്റ്ലി മൂന്നാമത്തെ ഓപ്ഷനായിരിക്കും മിക്കവാറും ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് എല്ലാവരുടെയും ആക്യുറസി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്നില്ല. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കമ്പ്യൂട്ടറിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് മിക്കവാറും ക്യാഷ് അടച്ചിട്ടുള്ള ഓപ്ഷനായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഒരുപാട് പേയ്മെൻറ്റ് പ്രൂഫ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയില്ല. ഇവർ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ട്രസ്റ്റ്പൈലറ്റിലെ റിവ്യൂ കണ്ടിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. അതിൽ നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ഈ വർക്ക്സ് എനിക്ക് കിട്ടുന്നത് ഓഗസ്റ്റ് 2-നാണ്. അതിൻ്റെ ഡെഡ് ലൈൻ ഓഗസ്റ്റ് 6-നായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ 20 പേജസ് അവർ പറഞ്ഞ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്തു. അതിൽ എറർ ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് റിസൾട്ട് വന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് എറർ ഉണ്ടായിരുന്നു. അവരുടെ പറഞ്ഞ പോലെ 20% ആക്യുറസി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരതിൻ്റെ കൂടെ തന്നെ എറർ റിപ്പോർട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എറർ റിപ്പോർട്ട് നോക്കി നമ്മുടെ വർക്ക്സും കൂടെ നോക്കി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാണ്. അവർ പറഞ്ഞ എറേഴ്സൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് തോന്നി നല്ലതാണല്ലോ, ഇവർ പറയുന്നത് കറക്റ്റ് ആണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വാസം തോന്നി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എറർ ഉള്ളതാണല്ലോ നമുക്ക് തന്നത് എന്നുള്ളതിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് അപ്ലൈ ചെയ്ത് റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇത് സെയിം പ്രൊസീജിയറിൽ അപ്ലൈ ചെയ്തു. 90 അബവ് ആക്യുറസി ഉണ്ട്. അതായത് എറർ റേറ്റ് എന്ന് പറയുമ്പോൾ 9.1% ഉള്ളൂ. അവർ മുൻപ് പറഞ്ഞത് പ്രകാരം 80% ആക്യുറസി ഉള്ളവരെല്ലാവരും മെറിറ്റ് ലിസ്റ്റിലാണ്. പക്ഷേ ഇത് ഒരു സീക്രട്ട് കട്ട് ഓഫ് പോലെ ഒരു കട്ട് ഓഫ് മാർക്ക് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഡൗട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം എറേഴ്സൊന്നും ഇല്ലയെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഫുൾ വെരിഫൈ ചെയ്തിട്ടാണ് അവർക്ക് അയച്ചത്. അപ്പോൾ എറേഴ്സൊന്നും ഇല്ല. പക്ഷേ ഒരു എറേഴ്സ് എത്ര ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ എറർ റിപ്പോർട്ട് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. എൻ്റെ ഫ്രണ്ടിനും കിട്ടിയായിരുന്നു, ഫസ്റ്റ് ടൈം എനിക്കും കിട്ടിയായിരുന്നു. ഇതിൽ എറർ റിപ്പോർട്ട് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം അവർ കൊടുത്തിരിക്കുന്ന റീസൺ നമ്മുടെ എറേഴ്സ് ടോപ്പ് 800 ടൈപ്പിസ്റ്റിൻ്റെ എറേഴ്സിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരുമല്ലോ, നമ്മുടെ കയ്യിൽ അത്ര എറേഴ്സ് അധികം ഇല്ല. 4.8% ഒന്നും എറേഴ്സ് നമ്മുടെ കയ്യിൽ വരാൻ ചാൻസ് ഇല്ല. കാരണം അത്രയും ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എറേഴ്സ് ഒന്നുമില്ല, പക്ഷെ എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ വരാത്തതെന്നുള്ളതിൽ. പക്ഷേ ബിഫോർ ദാറ്റ് എനിക്കൊന്നും കൂടെ ഉറപ്പാക്കണമായിരുന്നു എൻ്റെ കയ്യിൽ എറേഴ്സ് ഇല്ലയെന്ന്. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് പറഞ്ഞ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഞാൻ ഈ ഫുൾ 20 പേജസ് ചെക്ക് ചെയ്തു, എത്രത്തോളം എറേഴ്സ് ഉണ്ട് എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ 0 എറേഴ്സ് ആയിരുന്നു. എറേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഒരു റെസ്പോൺസും തന്നില്ല. മെയിലിന് റിപ്ലൈ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രസ്റ്റ്പൈലറ്റിൽ തന്നെ ചെന്നിട്ട് അവരുടെ റിവ്യൂസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തു. നെഗറ്റീവ് റിവ്യൂ തന്നെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് എനിക്ക് മെയിൽ വന്നു, റിവ്യൂ വിഡ്രോ ചെയ്യൂ, നമുക്ക് റീഫണ്ട് തരാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവർ മെയിലിട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണ്ട, ഞാൻ റിവ്യൂ വിഡ്രോ ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ട്രസ്റ്റ്പൈലറ്റിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല റിവ്യൂ ആണ് കിടക്കുന്നത്. പക്ഷേ അതെല്ലാം പെയ്ഡ് റിവ്യൂസാണ്. കറക്റ്റായിട്ട് റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾ 1 സ്റ്റാർ എന്നുള്ളത് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടിട്ട് ഒന്ന് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ഫുൾ എക്സ്പ്ലനേഷൻ എല്ലാവരും റിവ്യൂ കൊടുത്തിട്ടുണ്ട്.
എല്ലാവരും എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റിവ്യൂസ് ഓൾമോസ്റ്റ് നല്ല പോലെ ഉണ്ട്. അപ്പോൾ അതിനെ ഇരട്ടി അവർ പോസിറ്റീവ് റിവ്യൂസ് ഇട്ടിട്ടാണ് ഇത്രയും റേറ്റിങ്സിലെത്തി നിൽക്കുന്നത്. അപ്പം എല്ലാവരും ഇതിൽ എൻ്റെ റിവ്യൂസും കാണും കേട്ടോ. എൻ്റെ റിവ്യൂസും എൻ്റെ ഫ്രണ്ടിൻ്റെ റിവ്യൂസും എല്ലാം ഉണ്ട്. നമ്മൾ നെഗറ്റീവ് റിവ്യൂസ് എല്ലാം നല്ല രീതിക്ക് ഇതിലുണ്ട്. ഇനി ആരുടെയും പൈസ പോയിരുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് റീതിങ്ക് ചെയ്യുമല്ലോ. എനിക്ക് അത്രയും മതി. പിന്നെ നിങ്ങൾ ഈ വർക്ക് ഫ്രം ഹോം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ലെജിബിൾ സൈറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നതുണ്ട്. വേണമെങ്കിൽ ഞാനത് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.